ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ആൻഡ് സ്മൈൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ മാംഗോ റസ്ക് പുഡിങ്ങുമായാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ റസ്ക് പുഡിങ്ങാണിത്. നമ്മളിതിൽ ജലാറ്റിനൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് 2 കപ്പ് മിൽക്കാണ്. അതിനോടൊപ്പം തന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും, പിന്നെ 3 റസ്ക്കാണ് എടുക്കുന്നത്. മിൽക്ക് റസ്ക് ആണെങ്കിൽ നല്ല കിടുവായിരിക്കും, നല്ല ക്രഞ്ചി ടൈപ്പ് റസ്ക്. പിന്നെ ഞാൻ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെയാണ് നമ്മുടെ പഴുത്ത നീലം, നല്ല പഴുത്ത നീലം മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ല കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു. മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറാണ്, അതിലേക്ക് ഞാൻ റസ്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്തു. ഞാൻ ഓടിപ്പോയി ഇതൊന്ന് ഫൈനായി പൊടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ റസ്ക് നല്ല പൊടിപൊടിയായി നല്ല ഫൈനായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചു, ഒരു മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്തു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് അങ്ങനെ ചെറുപ്പറയെ ചൂടായി വരികയാണ്. ആ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ അതിലിട്ട് നന്നായി അങ്ങോട്ട് മുരിച്ചെടുത്തു. നല്ല ഫ്രൈ ആക്കി മുരിച്ചെടുത്തു. അങ്ങനെ രണ്ടാളും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ മുന്തിരിയൊക്കെ നല്ല ഗുണ്ടുമുണിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റസ്ക് പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. റസ്ക് അതിലൊന്ന് കിടന്ന് ഒന്ന് ഫ്രൈ ആവണം. ആ നെയ്യും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സിൻ്റെയും റൈസിൻസിൻ്റെ ഒക്കെ ഫ്ലേവർ അതിൽ നന്നായി പിടിക്കണം. അങ്ങനെയൊന്ന് നമ്മൾ ചൂടാക്കിയെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ റസ്കിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്, അപ്പം ഞാനത് ആഡ് ചെയ്യുന്നില്ല, അത് ഓപ്ഷണലാണ്. ലോ ഫ്ലെയിമിലിടാൻ ആരും ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ റസ്കൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ്. അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിൽക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മിൽക്ക് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് 1 മിനിറ്റിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇനി ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തു. ഞാനിവിടെ ജലാറ്റിനല്ല എടുക്കുന്നത്, കോൺഫ്ലവർ ആണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചെടുക്കാൻ പാടില്ല. നല്ല പാല് പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കംപ്ലീറ്റ് മിക്സിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മാങ്ങ കംപ്ലീറ്റ് നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചു. ഇത് നമ്മുടെ പാലും അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മാംഗോ ഇല്ലേ, അതൊക്കെ കൂടി ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പാനിലേക്ക് ഒരു 1.5 കപ്പ് പാല് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ പാല് പതുക്കെ അങ്ങോട്ട് ചൂടായി വരികയാണ്. ഈ ചൂടായി വരുന്ന സമയം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നോക്കണം. പിന്നെ അത് മാത്രമല്ല, നന്നായി ഒന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നന്നായി അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അധികം മധുരം ഓവറായാലും, നമുക്ക് മാംഗോയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊക്കെ കൂടി കൊളായി പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മാംഗോ പേസ്റ്റ് കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അത് ഇളക്കി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് പാലും മാംഗോയായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിൽ കുറച്ച് തരി പോലെയൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. നന്നായി ഒന്ന്
യോജിപ്പിച്ചെടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ മാംഗോയും പാലൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി കുറുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ കണ്ടോ, കറക്റ്റ് ഒരു പേസ്റ്റ് പോലെയായിട്ട് കംപ്ലീറ്റ് പാലും മാംഗോയും ഒക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോൺഫ്ലവർ കുറച്ച് മുന്നേ ആയിട്ട് കലക്കി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ അത് സെറ്റിൽ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ. അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ നന്നായി നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കണം. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട കുത്താനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായി പോവും, പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം റെഡി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ ഒരു ഗ്ലാസ്സിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേറെ ഏതെങ്കിലും ബൗളിലേക്കോ ഇതിലേക്ക് വേണമെങ്കിലും മാറ്റാം. അപ്പോൾ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ റസ്ക്കും കാഷ്യൂനട്ട്സും നെയ്യും അതുപോലെ റൈസിൻസൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതാണ് ഞാൻ ആദ്യം ഇടുന്നത്. അപ്പോൾ അതിൻ്റെ മേലെയായിട്ടാണ് മാംഗോ ഇടുന്നത്. അപ്പോൾ ആദ്യം ആ റസ്കിൻ്റെ ഒരു മിക്സ്ചർ ഞാൻ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് നന്നായി സെറ്റ് ചെയ്തു. നന്നായി ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് ഞാൻ മാംഗോൻ്റെ ലെയർ ഇടുന്നത്. അപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോയും കോൺഫ്ലവറൊക്കെ കൂടി സംഭവം അവിടെ ഇരിപ്പില്ലേ, അതാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഞാനത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ചൂടാറി കഴിഞ്ഞാൽ അവിടെ തന്നെ സെറ്റാവും കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി നല്ല ജെല്ലി പോലെയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വേറെ ജലാറ്റിനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺഫ്ലവർ മാത്രം മതി. അപ്പോൾ ഞാനത് ബാക്കി പോർഷൻ കംപ്ലീറ്റ് ഞാൻ ഇതിൻ്റെ മേലേക്ക് മാംഗോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ മാംഗോ റസ്ക് പുഡിംഗ് ഈസ് റെഡി. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആട്ടോ ഇത്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ മുകളിലേക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റ് ചെയ്ത് കൊടുത്തു. പുഡിംഗ് ആട്ടോ ഇത്. ഇതിൽ നമ്മളിപ്പോൾ ജലാറ്റിൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഇതിൽ നമ്മൾ റസ്ക് ആണ് യൂസ് ചെയ്തതെന്ന് ആരും പറയില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. മാംഗോയും റസ്കും കൂടി കഴിക്കുമ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു ഡിഷുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.